20ാം വാർഷികത്തിന്റെ ഭാഗമായി സമ്മാന പെരുമഴ. മെയ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തുന്ന പർച്ചേസുകൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ. 1ാം സമ്മാനം 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ, 2ാം സമ്മാനം ഒരു ഡയമണ്ട് റിംഗ്, പിന്നെ 10 പേർക്ക് ഇൻഡക്ഷൻ കുക്കർ. ആഘോഷിക്കൂ ഈ 20ാം വാർഷികാഘോഷം VTS ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. VTS ഗോൾഡൻ ഡയമണ്ട്സ്, VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. അന്തർ സംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യു എന്ന എരുമാട് ജോസ് അറസ്റ്റിൽ. കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ഗൂഡല്ലൂർ എരുമാട് സ്വദേശി ജോസ് മാത്യു 56 എന്ന എരുമാട് ജോസിനെ പ്രത്യേക അന്വേഷണ സംഘം കളമശ്ശേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 20-ന് വണ്ടൂർ ടൗണിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തരങ്കിണി സിൽവർ ജ്വല്ലറിയുടെ പുറകുവശത്തെ ചുമർ കുത്തി തുറന്ന് അകത്തുകയറി പണവും 19 ലക്ഷം വില വരുന്ന വെള്ളിയാഭരണങ്ങളും മോഷണം നടത്തിയിരുന്നു. മേലാസകലം മറച്ചെത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTVയിൽ നിന്നും ലഭിച്ചിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. അന്വേഷണ സംഘം വണ്ടൂരിലെ വിവിധ കടകളിൽ നിന്നും പെരിന്തൽമണ്ണ, പാലക്കാട്, കോഴിക്കോട്, ഗൂഡല്ലൂർ ഭാഗങ്ങളിലായി 300-ൽ പരം CCTV പരിശോധിച്ചും നിരവധി ആളുകളെ ചോദ്യം ചെയ്തും കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി കളമശ്ശേരിയിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കളമശ്ശേരിയിൽ വെച്ച് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ നിതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവിടെയെത്തി അറസ്റ്റ് ചെയ്തു. കോട്ടയ്ക്കൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മോഷണം നടത്തി തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുവരികയായിരുന്ന ജോസ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. മെയ് 15-ന് മോഷണത്തിനായി വണ്ടൂരിൽ എത്തുകയും ജ്വല്ലറിയുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. ആൾതാമസമില്ലാത്ത ബിൽഡിംഗിന്റെ മുകളിലായി പ്രതി താമസിച്ചിരുന്നത്. മെയ് 20-ന് പുലർച്ചെ 1 മണിക്ക് ജ്വല്ലറിയുടെ പുറകുവശത്തെത്തി കമ്പിപ്പാര കൊണ്ട് ചുമർ കുത്തി തുറക്കുകയായിരുന്നു. ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി 7 കിലോയ്ക്ക് മുകളിൽ വെള്ളിയാഭരണങ്ങൾ കവർന്നു. പിന്നീട് വേഷം മാറ്റി രാവിലെ ബസ്സിൽ പെരിന്തൽമണ്ണയിലേക്കും അവിടെ നിന്ന് പാലക്കാടിലേക്കും പോയി. കോയമ്പത്തൂർ, സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തി വെള്ളിയാഭരണങ്ങൾ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആഡംബര ജീവിതം തുടങ്ങി. ലക്ഷറി റൂം, വിലപിടിപ്പുള്ള മദ്യം, സ്പാ, വില കൂടിയ മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് കമ്പനിയുടെ വസ്ത്രങ്ങളും വാങ്ങി. തമിഴ്നാട് സ്വദേശിയുടെ പേരിൽ വ്യാജ സിം കാർഡ് സംഘടിപ്പിച്ച് ഉപയോഗിച്ചു വരികയായിരുന്നു. കളമശ്ശേരിയിൽ പ്രീമിയം ലോഡ്ജിൽ മത്സ്യകൃഷിയുടെ ഓഫീസറാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചാണ് പ്രതി താമസിച്ചിരുന്നത്. മോഷണം മുതൽ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തുകയാണ് പ്രതി ചെയ്തിരുന്നത്. മുൻകാല മോഷണങ്ങളിലൂടെ 70 ലക്ഷം രൂപയോളം പ്രതി ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 180ഓളം കളവ് കേസിലെ പ്രതിയാണ് ജോസ് മാത്യു. ടിയാനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിരവധി ആയുധങ്ങളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എറണാകുളം പറവൂർ ഉള്ള ഒരു വലിയ ജ്വല്ലറി മോഷണത്തിന് പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു എന്ന് പോലീസിനോട് പ്രതി പറഞ്ഞു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ SIT പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തുടർന്നാണ് നിലമ്പൂർ സ്ക്വാഡ് പ്രതിയെ കളമശ്ശേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പ്രതി പറവൂരിൽ ആസൂത്രണം ചെയ്ത 1 പവൻ കവർച്ചയാണ് പോലീസിന്റെ പെട്ടെന്നുള്ള അറസ്റ്റ് കാരണം തടയാൻ കഴിഞ്ഞത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡിയിൽ വാങ്ങി സേലത്തെ മോഷണ മുതലുകൾ വിറ്റ കടകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മോഷണം നടത്തിയ പ്രതിയെ കൃത്യസമയത്ത് പിടികൂടിയതിലൂടെ വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും ആശങ്ക അകറ്റാൻ പോലീസിന് കഴിഞ്ഞു. വണ്ടൂർ സ്റ്റേഷനിലെ SI വിഷ്ണു, ASI മധു കുര്യാക്കോസ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആഷിഫ് അലി KT, സാബിർ അലി P, സജീഷ് P, സജേഷ് CK, കൃഷ്ണദാസ് M എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.